എറണാകുളം ജില്ലയിൽ ചിക്കൻ ഗുനിയ അടക്കമുള്ള രോഗങ്ങൾ പടരുന്നു. കുന്നുകര, ചെങ്ങമനാട് പഞ്ചായത്തുകളിൽ കൂടുതൽ ജാഗ്രത പാലിക്കണമെന്ന് ജില്ലാ ആരോഗ്യ വകുപ്പ് മുന്നറിയിപ്പ് നൽകി. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തൃശൂർ ജില്ലയിലെ ഭൂരിപക്ഷം സീറ്റുകളിലും UDF മേധാവിത്വമെന്ന് കോൺഗ്രസ് ജില്ലാ ഉന്നതതല നേതൃയോഗം. 7 സീറ്റുകളിൽ വ്യക്തമായ ആധിപത്യം. കണ്ണനെ കണി കാണാൻ ഗുരുവായൂരിൽ ഭക്തസഹസ്രങ്ങൾ. കണ്ണും കാതും ശരീരവും മനസ്സും ആശ്രിത വത്സനിൽ അർപ്പിച്ച് 10,000 ഗുരുവായൂരിലെത്തി. നമസ്കാരം, ന്യൂസ് റൗണ്ടപ്പിലേക്ക് സ്വാഗതം. വിശദമായ വാർത്തകളിലേക്ക് പോകാം. വേനൽ കനത്തതോടെ എറണാകുളം ജില്ലയിൽ ചിക്കൻ ഗുനിയ അടക്കമുള്ള രോഗങ്ങൾ പടരുന്നു. കുന്നുകര, ചെങ്ങമനാട് പഞ്ചായത്തുകളിൽ ചിക്കൻ ഗുനിയ കേസുകൾ റിപ്പോർട്ട് ചെയ്യുന്ന സാഹചര്യത്തിൽ കൂടുതൽ ജാഗ്രത പാലിക്കണമെന്ന് ജില്ലാ ആരോഗ്യ വകുപ്പ് മുന്നറിയിപ്പ് നൽകി. കുന്നുകര പഞ്ചായത്തിലാണ് കൂടുതൽ രോഗബാധിതർ. 6 പേരിലാണ് ഇവിടെ രോഗം സ്ഥിരീകരിച്ചത്. 18 പേർ സംശയത്തിലുമാണ്. എറണാകുളം ജില്ലയിൽ ചിക്കൻ ഗുനിയ അടക്കമുള്ള രോഗങ്ങൾ പടരുന്നു. ഇതുവരെ 9 പേർക്ക് രോഗബാധ ആരോഗ്യവകുപ്പ് സ്ഥിരീകരിച്ചു. കൂടാതെ 19 പേരിൽ രോഗസാധ്യത സംശയിക്കുന്നുണ്ട്. കുന്നുകര പഞ്ചായത്തിലാണ് കൂടുതൽ രോഗബാധിതർ. 6 പേരിലാണ് ഇവിടെ രോഗം സ്ഥിരീകരിച്ചത്. 18 പേർ സംശയത്തിലുമാണ്. ചെങ്ങമനാട് പഞ്ചായത്തിൽ ഒരാൾക്ക് രോഗം കണ്ടെത്തിയപ്പോൾ 3 പേർ നിരീക്ഷണത്തിലാണ്. രോഗബാധിത പ്രദേശങ്ങളിൽ പ്രതിരോധ നിയന്ത്രണ ബോധവൽക്കരണ പ്രവർത്തനങ്ങൾ ഊർജിതമാക്കിയതായും ആരോഗ്യവകുപ്പ് അറിയിച്ചു. പെട്ടെന്നുള്ള കഠിനമായ പനി, സന്ധികളിൽ പ്രത്യേകിച്ച് കൈകൾ, കണങ്കാലുകൾ, കാൽമുട്ടുകൾ എന്നിവിടങ്ങളിൽ വീക്കം, അതികഠിനമായ വേദന, പേശിവേദന, തലവേദന, ക്ഷീണം, ചില ആളുകളിൽ ചർമ്മത്തിൽ തടിപ്പ് എന്നിവയാണ് ചിക്കൻ ഗുനിയയുടെ രോഗലക്ഷണങ്ങൾ. ലക്ഷണങ്ങൾ കണ്ടാൽ സ്വയം ചികിത്സ ഒഴിവാക്കി ഉടൻ തന്നെ അടുത്തുള്ള ആരോഗ്യ കേന്ദ്രത്തിലെത്തി ചികിത്സ തേടേണ്ടതാണെന്നും ആരോഗ്യവകുപ്പ് പറയുന്നു. ഡോക്ടറുടെ നിർദ്ദേശമില്ലാതെ വേദന സംഹാരികൾ പോലെയുള്ള മരുന്നുകൾ കഴിക്കരുത്. പകൽ സമയം വിശ്രമിക്കുന്നതും ഉറങ്ങുന്നതും കൊതുക് വലയ്ക്കുള്ളിൽ ആയിരിക്കണം. ധാരാളം വെള്ളം കുടിക്കുകയും പോഷകസമൃദ്ധമായ ഭക്ഷണം കഴിക്കുകയും വിശ്രമിക്കുകയും വേണം. ഈഡിസ് വിഭാഗത്തിൽപ്പെട്ട ഈഡിസ് ഈജിപ്തി, ആൽപോപിക്സ് കൊതുകുകളാണ് ചിക്കൻ ഗുനിയ പരത്തുന്നത്. ഉറവിട നശീകരണവും കൊതുക് കടിയിൽ നിന്ന് സംരക്ഷണം തേടുന്നതും രോഗപ്രതിരോധത്തിന് പ്രധാനമാണ്. ഈഡിസ് കൊതുക് ഒരു സമയം 100-200 മുട്ടകൾ വരെ ഇടും. അതിൻ്റെ ജീവിതകാലത്ത് 500 മുതൽ 1000 മുട്ട വരെ ഇടാം. ഈ മുട്ടകൾ 1 വർഷം വരെ കേടുകൂടാതെ ഇരിക്കും. മുട്ടയിട്ട് വയ്ക്കുന്ന പ്രതലത്തിൽ വെള്ളം ലഭിച്ചാൽ ഒരാഴ്ച കൊണ്ട് കൊതുകായി മാറും. വൈറസ് ബാധിതയുള്ള കൊതുകിൻ്റെ മുട്ടയിലും വൈറസ് ഉണ്ടാകും. മനുഷ്യവാസസ്ഥലത്തോട് ചേർന്നാണ് ഈ കൊതുകുകൾ കൂടുതലായും കാണുന്നത്. അതിനാൽ വീടിനുള്ളിലും പരിസരത്തും കൊതുക് മുട്ടയിട്ട് പെരുകാനിടയുള്ള എല്ലാ സാഹചര്യങ്ങളും ഒഴിവാക്കണം. മീഡിയ ടൈം, കൊച്ചി. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തൃശൂർ ജില്ലയിലെ ഭൂരിപക്ഷം സീറ്റുകളിലും UDF മേധാവിത്വമെന്ന് കോൺഗ്രസ് ജില്ലാ ഉന്നതതല നേതൃയോഗം വിലയിരുത്തി. ചാലക്കുടി, മണലൂർ, തൃശൂർ, ഇരിങ്ങാലക്കുട, കൊടുങ്ങല്ലൂർ, വടക്കാഞ്ചേരി, ഗുരുവായൂർ എന്നീ സീറ്റുകളിൽ വ്യക്തമായ ആധിപത്യം UDFന് ഭൂരിപക്ഷ വിജയം ഉറപ്പിക്കുന്നു. ഭരണവിരുദ്ധ വികാര തരംഗമായാൽ കുന്നംകുളം, കയ്പമംഗലം, ഒല്ലൂർ, നാട്ടിക, പുതുക്കാട്, ചേലക്കര സീറ്റുകൾ അത്ഭുതങ്ങൾ സംഭവിക്കുമെന്നാണ് നേതൃത്വത്തിന്റെ വിലയിരുത്തൽ. തെരഞ്ഞെടുപ്പ് മുന്നൊരുക്കങ്ങളും സ്ഥാനാർത്ഥി നിർണയവും അപശബ്ദങ്ങളില്ലാതെ പൂർത്തീകരിച്ചത് തൃശൂർ ജില്ലയിലെ വിജയത്തിന് പ്രധാന കാരണങ്ങളാണെന്നാണ് നേതൃത്വം വിലയിരുത്തുന്നത്. ഇടതുപക്ഷ സഹയാത്രികരും UDFന് വോട്ട് ചെയ്തിട്ടുണ്ട്. LDFനെ അനുകൂലിച്ചിരുന്ന പല ഘടകങ്ങളും ഇന്ന് UDFനൊപ്പമാണെന്നും യോഗം വിലയിരുത്തി. ചാലക്കുടി, മണലൂർ, തൃശൂർ, ഇരിങ്ങാലക്കുട, കൊടുങ്ങല്ലൂർ, വടക്കാഞ്ചേരി, ഗുരുവായൂർ എന്നീ സീറ്റുകളിൽ വ്യക്തമായ ആധിപത്യം UDFന് ഭൂരിപക്ഷ വിജയം ഉറപ്പിക്കുന്നു. ഭരണവിരുദ്ധ വികാരം തരംഗമായാൽ കുന്നംകുളം, കയ്പമംഗലം, ഒല്ലൂർ, നാട്ടിക, പുതുക്കാട്, ചേലക്കര സീറ്റുകളിൽ അത്ഭുതങ്ങൾ സംഭവിക്കുമെന്നുമാണ് നേതൃത്വത്തിന്റെ വിലയിരുത്തൽ. AICC സ്ഥാനാർത്ഥി നിർണയത്തിലും കോൺഗ്രസ് UDF നേതാക്കളുടെയും പ്രവർത്തകരുടെയും ഒത്തൊരുമിച്ചുള്ള തെരഞ്ഞെടുപ്പ് പ്രവർത്തനത്തിലും ഉന്നതതല നേതൃയോഗം സംതൃപ്തി രേഖപ്പെടുത്തി. ജില്ലയിൽ UDFന് വിജയസാധ്യത ഉറപ്പുള്ള മണ്ഡലങ്ങളിൽ BJP LDF അന്തർധാര രൂപപ്പെടുത്താൻ ശ്രമിച്ചെങ്കിലും കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ UDF പ്രവർത്തകർ അതിനെ ചെറുത്തു തോൽപ്പിച്ചുവെന്നും വിലയിരുത്തലുണ്ടായി. DCC ഓഫീസിൽ ചേർന്ന യോഗത്തിൽ പ്രസിഡന്റ് അഡ്വക്കേറ്റ് ജോസഫ് ടാജറ്റ് അധ്യക്ഷത വഹിച്ചു. AICC നിർദ്ദേശപ്രകാരം ജില്ലാ ചുമതല വഹിക്കുന്ന ബെന്നി ബെഹനാൻ MP, TN പ്രതാപൻ, O അബ്ദുറഹ്മാൻ കുട്ടി, MP വിൻസെന്റ്, ജോസ് വള്ളൂർ, TV ചന്ദ്രമോഹൻ, ജോസഫ് ചാലിശ്ശേരി, KV ദാസൻ, സുനിൽ അന്തിക്കാട്, ജോൺ ഡാനിയൽ, CC ശ്രീകുമാർ,
സ്ഥാനാർത്ഥികളായ തോമസ് ഉണ്ണിയാടൻ, PT അജയ് മോഹൻ, സുനിൽ ലാലൂർ, രാജൻ പുല്ലൻ, OJ ജനീഷ്, PN വൈശാഖ്, TM നാസർ എന്നിവർ പ്രസംഗിച്ചു. മീഡിയ ടൈം, തൃശൂർ. ഇന്ന് വിഷു. കണി കാണും നേരം കമലനേത്രന്റെ നിറമേഴും മഞ്ഞത്തുകിൽ ചാർത്തി. കണ്ണനില്ലാതെ എന്ത് വിഷു അല്ലേ? വിഷുദിനത്തിൽ കണ്ണനെ കണി കാണാൻ ഗുരുവായൂരിൽ ഭക്തസഹസ്രങ്ങൾ. കണ്ണും കാതും ശരീരവും മനസ്സും ആശ്രിത വത്സനിൽ അർപ്പിച്ച് പതിനായിരങ്ങളാണ് ഗുരുവായൂരിൽ എത്തിയത്. ഇന്നലെ രാത്രി മുതൽ ഇന്ന് പുലർച്ചെ വരെയും പകലും ഗുരുവായൂർ അമ്പലനടയിൽ വലിയ ഭക്തജനത്തിരക്കാണ് അനുഭവപ്പെട്ടത്. പുലർച്ചെ 2:45 മുതൽ 3:45 മണി വരെ 1 മണിക്കൂറായിരുന്നു ഭഗവാനെ കണി കാണാനുള്ള അവസരം ഗുരുവായൂർ ദേവസ്വം അധികൃതർ ഒരുക്കിയിരുന്നത്. പ്രത്യേക പൂജകളും നടന്നു. ഇന്നലെ മുതൽ തന്നെ നീണ്ട ക്യൂ തന്നെയാണ് അനുഭവപ്പെട്ടത്. കൈനീട്ടം വാങ്ങാനും നിരവധി പേരെത്തി. വിപുലമായ ഒരുക്കങ്ങളാണ് ഒരുക്കിയിരുന്നത്. ശ്രീകോവിലിന് പുറത്ത് നമസ്കാര മണ്ഡപത്തിലും കണിയൊരുക്കിയിരുന്നു. കാഴ്ചശീവേലിയും എഴുന്നള്ളത്തും മേളവും ഉണ്ടായി. ഓട്ടുരുളി, ചക്ക, മാങ്ങ, ഉണക്കലരി, വെള്ളരി, കണിക്കൊന്ന, മുല്ലപ്പൂവ്, വാൽക്കണ്ണാടി, അലക്കിയ മുണ്ട്, സ്വർണം, നാണയം, അലങ്കാരത്തോടെയുള്ള പൊൻതിടമ്പ് എന്നിവയാണ് ഒരുക്കി വച്ചത്. വിപുലമായി വിഷുസദ്യയും ഉണ്ടായിരുന്നു. പായസം തുടങ്ങിയ വിഭവങ്ങളോടെയായിരുന്നു സദ്യ. രാവിലെ 10 മണിയോടെയാണ് സദ്യ വിളമ്പൽ ആരംഭിച്ചത്. പുതിയ ദേവസ്വം ചെയർമാൻ AV ഗോപിനാഥ് ഒരുക്കങ്ങളിൽ പങ്കാളിയായി. മീഡിയ ടൈം, ഗുരുവായൂർ. വാർത്തകൾ ഒറ്റനോട്ടത്തിൽ. മാള കോട്ടമുറി പുന്നയ്ക്കപ്പറമ്പിൽ ഭദ്രകാളി വിഷ്ണുമായ ക്ഷേത്രത്തിലേക്ക് പെറ്റ ഇന്ത്യ നൽകിയ റോബോട്ടിക് ആനയുടെ സമർപ്പണ ചടങ്ങ് നടന്നു. പുന്നയ്ക്കപ്പറമ്പിൽ മഹാദേവ ക്ഷേത്ര അങ്കണത്തിൽ നടന്ന ചടങ്ങ് തൃശൂർ ശാന്തിഗിരി ആശ്രമം മഠാധിപതി സ്വാമി മധുരാനന്ദ ജ്ഞാനതപസി ഉദ്ഘാടനം ചെയ്തു. ഇവിടെ വന്ന് ഇങ്ങനൊരു കാര്യം അറിയിച്ചപ്പോഴാണ് ഞാൻ കാണണം, ഇതിനെക്കുറിച്ച് പഠിക്കണമെന്ന് ഞാൻ ചേർത്തലക്കാരൻ. എൻ്റെ നാട്ടിൽ തൃശ്ശൂരിന് ഇത്രയില്ലെങ്കിൽ ഇതിൽ കൂടുതൽ അടുത്തടുത്ത ക്ഷേത്രങ്ങളിലും സ്ഥിരമായി ആനയുടെ ആ കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നതും പര്യായം പറയാൻ. ചടങ്ങിൽ PD ദിനേശ് അധ്യക്ഷത വഹിച്ചു. VR സുനിൽകുമാർ MLA, ഹെറിറ്റേജ് അനിമൽ ടാസ്ക് ഫോഴ്സ് സെക്രട്ടറി VK വെങ്കിടാചലം, ക്ഷേത്രം പ്രസിഡന്റ് PK സോമനാഥൻ, സെക്രട്ടറി PK പരമേശ്വരൻ, PR പ്രകാശൻ, പെറ്റ ഇന്ത്യ പ്രതിനിധികൾ എന്നിവർ പ്രസംഗിച്ചു. അന്തേവാസി മർദ്ദനമേറ്റ് മരിച്ച കൊടുങ്ങല്ലൂർ അനുഗ്രഹ സ്പെഷ്യൽ സ്കൂളിനെതിരെ വീണ്ടും കേസ്. വയനാട് സ്വദേശിയായ അന്തേവാസിയെ മർദ്ദിച്ചതിന് സ്ഥാപനത്തിന്റെ നടത്തിപ്പുകാരൻ ബോബി, കെയർടേക്കർ മഹേഷ് എന്നിവർക്കെതിരെയാണ് കൊടുങ്ങല്ലൂർ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തത്. അതേസമയം പാലക്കാട് കണ്ണമ്പ്ര സ്വദേശി ശ്രീനാഥിനെ ഇതേ സ്പെഷ്യൽ സ്കൂളിലെ കെയർടേക്കർ മഹേഷ് മർദ്ദിച്ച് കൊലപ്പെടുത്തിയിരുന്നു. സംഭവത്തിൽ സ്പെഷ്യൽ സ്കൂളിലെ കെയർടേക്കർ മഹേഷിനെ പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു. മർദ്ദനം മൂലം ആന്തരിക അവയവങ്ങൾക്ക് ക്ഷതമേറ്റാണ് ശ്രീനാഥ് മരിച്ചത്. കിടപ്പുമുറിയിൽ ഇയാളെ മരിച്ച നിലയിൽ കണ്ടെത്തുകയായിരുന്നു. ഓട്ടിസം ബാധിച്ച ശ്രീനാഥ് ഏതാനും നാളുകളായി അനുഗ്രഹ സ്പെഷ്യൽ സ്കൂളിലാണ് താമസം. കൊലപാതകം നടന്ന് 1 മാസമാകുന്നതിന് മുൻപാണ് ഇപ്പോൾ മറ്റൊരു കേസ് കൂടെ എടുത്തിരിക്കുന്നത്. ആളൂർ നാരായണത്ത് ശ്രീ മുത്തപ്പൻ ഭഗവതി ക്ഷേത്രത്തിൽ പൊങ്കാല മഹോത്സവം ഭക്തിസാന്ദ്രമായി ആഘോഷിച്ചു. രാവിലെ ഗണപതി ഹോമം, വിശേഷാൽ പൂജ എന്നിവ നടന്നു. തുടർന്ന് ക്ഷേത്രനടയിൽ നിരവധി ഭക്തജനങ്ങൾ പൊങ്കാല സമർപ്പിച്ചു. ക്ഷേത്ര ചടങ്ങുകൾക്ക് തന്ത്രി കൊല്ലാണത്ത് മഠം പത്മനാഭൻ പോറ്റി, മേൽശാന്തി രേവതി മഠം ആനന്ദൻ എംഭ്രാന്തി എന്നിവർ നേതൃത്വം നൽകി. ക്ഷേത്രം ഭരണസമിതി അംഗങ്ങളായ NV സുനിൽ, NK ബിനിൽ എന്നിവർ പൊങ്കാല മഹോത്സവത്തിന് നേതൃത്വം നൽകി. പോട്ട പാമ്പാമ്പോട്ട് ശിവക്ഷേത്രത്തിലെ നവീകരണ കലശവും പുനഃപ്രതിഷ്ഠയും സഹസ്ര കലശാഭിഷേകവും ഏപ്രിൽ 16 മുതൽ 26 വരെ നടക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. പരിപാടികൾക്ക് 16 വ്യാഴാഴ്ച തുടക്കമിടും. 23 വ്യാഴാഴ്ച രാവിലെ 7:35 മുതൽ 9:30 വരെയുള്ള സമയത്താണ് പ്രതിഷ്ഠ. ഉച്ചയ്ക്ക് 2 മണിക്ക് ഓട്ടൻതുള്ളൽ, വൈകിട്ട് നൃത്യങ്ങൾ, 26 ഞായറാഴ്ച സഹസ്ര കലശാഭിഷേകം, പഞ്ചാരിമേളം, തുടർന്ന് വർണ്ണമഴ എന്നിവ ഉണ്ടായിരിക്കും. വാർത്താ സമ്മേളനത്തിൽ പ്രസിഡന്റ് മനോഹരൻ ചമ്പക്കര, സെക്രട്ടറി KR പീതാംബരൻ കോന്നാത്ത്, മറ്റ് ഭാരവാഹികളെ മധു ചക്കമ്പത്ത്, സത്യൻ പറാമ്പറമ്പത്ത്, സന്തോഷ് വടക്കൂടൻ, സതീശൻ അത്തിക്കുടം എന്നിവർ സംസാരിച്ചു. CBSE 10ാം ക്ലാസ് ബോർഡ് പരീക്ഷാ ഫലം പ്രഖ്യാപിച്ചു. മെയ് 15-ന് 2ാം ഘട്ട പരീക്ഷകൾ ആരംഭിക്കുന്നതിനാലാണ് ആദ്യഘട്ട പരീക്ഷാ ഫലം നേരത്തെ പ്രസിദ്ധീകരിച്ചത്.
ഏകദേശം 25 ലക്ഷം വിദ്യാർത്ഥികളാണ് ഫെബ്രുവരി 17 മുതൽ മാർച്ച് 11 വരെ നടന്ന ഈ പരീക്ഷയിൽ പങ്കെടുത്തത്. CBSEയുടെ ഔദ്യോഗിക സൈറ്റുകളിൽ ഫലം ലഭ്യമാകും. റിസൾട്ട്സ് cbse.nic.in, cbse.gov.in എന്നീ സൈറ്റുകളിലായിരിക്കും ഫലം ലഭ്യമാകുക. ഉമംഗ് ആപ്പ് വഴിയും ഫലം അറിയാനാകും. 7738299899 എന്ന നമ്പറിലേക്ക് റോൾ നമ്പറും ജനനത്തീയതിയും അയച്ചാൽ മെസ്സേജായും ഫലം ലഭിക്കും. മൊബൈൽ ആപ്പുകളായ ഡിജി ലോക്കർ, ഉമംഗ് ആപ്പുകൾ വഴി ഫലം പരിശോധിക്കാം. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. എറണാകുളം ജില്ലയിൽ ചിക്കൻ ഗുനിയ അടക്കമുള്ള രോഗങ്ങൾ പടരുന്നു. കുന്നുകര, ചെങ്ങമനാട് പഞ്ചായത്തുകളിൽ കൂടുതൽ ജാഗ്രത പാലിക്കണമെന്ന് ജില്ലാ ആരോഗ്യ വകുപ്പ് മുന്നറിയിപ്പ് നൽകി. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തൃശൂർ ജില്ലയിലെ ഭൂരിപക്ഷം സീറ്റുകളിലും UDF മേധാവിത്വമെന്ന് കോൺഗ്രസ് ജില്ലാ ഉന്നതതല നേതൃയോഗം. 7 സീറ്റുകളിൽ വ്യക്തമായ ആധിപത്യം. കണ്ണനെ കണി കാണാൻ ഗുരുവായൂരിൽ ഭക്തസഹസ്രങ്ങൾ. കണ്ണും കാതും ശരീരവും മനസ്സും ആശ്രിത വത്സനിൽ അർപ്പിച്ച് 10,000 ഗുരുവായൂരിലെത്തി. ന്യൂസ് റൗണ്ടപ്പ് സമാപിച്ചു. നമസ്കാരം.